ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് RRB JEയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസുകളെല്ലാം ഒരുപാട് വിദ്യാർത്ഥികളുടെ കൺഫ്യൂഷൻസും ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുന്നതിൻ്റെ പാർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ സോൾവ് ആയിട്ടുണ്ടാവും. അതേപോലെ സോൺ സെലക്ട് ചെയ്യുന്ന വീഡിയോസുകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോൺ സെലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സോൺ ചൂസ് ചെയ്യുന്നത്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. ബിക്കോസ് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പോഴാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ സെലക്ഷന് ശേഷമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. നമ്മൾ എക്സാമിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. എനിവേ, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കുറേ പേർക്കുള്ളൊരു സംശയമാണ്. അതായത് CBT 2 എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ട ട്രേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇങ്ങനൊരു സംശയം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പോസ്റ്റ് പ്രിഫറൻസിൻ്റെ സമയത്ത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ അതേപോലെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെക്കാനിക്കൽ കഴിഞ്ഞവർക്കാണെങ്കിൽ മെക്കാനിക്കലും ഇലക്ട്രിക്കലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. DMS എല്ലാവർക്കും ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ വന്ന സമയത്താണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി CBT 2 മെക്കാനിക്കലും എഴുതേണ്ടി വരുമോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സും എഴുതേണ്ടി വരുമോ എന്നൊരു കൺഫ്യൂഷൻ ചില ആളുകൾക്കെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റ് ബ്രാഞ്ചസുകൾ അപ്ലൈ ചെയ്യാമെങ്കിലും നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൻ്റെ എക്സാം തന്നെയാണ്. അതേപോലെ തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാമെങ്കിലും അവർക്ക് എഴുതേണ്ട പരീക്ഷ തന്നെയാണ് മെക്കാനിക്കൽ തന്നെയാണ് CBT 2 എഴുതേണ്ടത്. അതേപോലെ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് തന്നെയാണ് CBT 2 എഴുതേണ്ടി വരിക. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫെയർ പ്ലേ അല്ലെങ്കിൽ ഒരു ഫെയർ എക്സാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാര്യം ഒരേ പോസ്റ്റിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസുകൾ വരുന്നു എന്ന് പറയുന്ന ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യം റെയിൽവേ എക്സാംസുകളിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതുന്നു, ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾ എഴുതുന്നു, മെക്കാനിക്കൽ എഴുതുന്ന ആളുകൾ എഴുതുന്നു. ചിലപ്പോൾ ഇലക്ട്രിക്കൽ എക്സാം ഒന്ന് ടഫായി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇലക്ട്രിക്കൽ എക്സാം ഒന്ന് ഞാൻ പറയാം ടഫസ്റ്റ് എക്സാമിനേഷനായി എന്ന് പറയാം. മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഈസി എക്സാമിനേഷനും ആയിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൻ്റെ ഉദ്യോഗാർത്ഥികൾ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഇലക്ട്രിക്കലുള്ളവരൊക്കെ നന്നായിട്ട് മാർക്ക് അവരെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം സ്കോർ ആ എക്സാമിനേഷനിൽ അവർ നേടിയിട്ടുണ്ടായെങ്കിൽ പോലും അവിടെ മെക്കാനിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും ഒരു അപ്പർ എഡ്ജ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇനി മെക്കാനിക്കലിൻ്റെ എക്സാമാണ് ഡിഫിക്കൽട്ടായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെക്കാൾ കൂടുതൽ ചാൻസ് വരാൻ പോകുന്നത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിലായിരിക്കും. സിമിലർ കേസ് ഇലക്ട്രോണിക്സിൽ സംഭവിക്കും. സോ നമ്മൾ ഹോപ്പ്ഫുള്ളി നമ്മളെ ബ്രാഞ്ചസിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബാക്കി കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല നിൽക്കുന്നത്. അതേപോലെ തന്നെ നോർമലൈസേഷനും ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു എക്സാമിനേഷനിൽ നമുക്ക് മറ്റു ബ്രാഞ്ചസിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രോബാക്ക് കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താ ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഇലക്ട്രിക്കലുകാർക്ക് മെക്കാനിക്കൽ എക്സാമും ഇലക്ട്രോണിക്സിൻ്റെ എക്സാമും പഠിച്ച് എഴുതുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതിനാകെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ച ട്രേഡിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്സാമിനേഷനിൽ ഇലക്ട്രിക്കലിൻ്റെ കാൻഡിഡേറ്റ്സ് എല്ലാം ഇലക്ട്രിക്കലിൽ മാക്സിമം സ്കോർ ചെയ്യണം. ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർ അവരെ ട്രേഡിൽ മാക്സിമം സ്കോർ ചെയ്യണം. ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ ബ്രാഞ്ച് വൈസ് നോക്കിയത് കൊണ്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം പാർട്ട് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഓരോ ട്രേഡിലും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ എബോവ് 100 നിങ്ങൾ എന്തായിരിക്കണം CBT 2 നിർബന്ധമായിട്ടും സ്കോർ ചെയ്തേ മതിയാവുള്ളൂ. സോ അത്തരത്തിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CBT 2 ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ട്രേഡ് തന്നെയാണ് കേട്ടോ, നിങ്ങളുടെ ട്രേഡ് തന്നെയാണ്. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിക്സുകാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ബ്രാഞ്ച് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്, ഇലക്ട്രോണിക്സ് എന്ന് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത്
ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ ഇലക്ട്രോണിക്സ് എന്നും കാണാം, കമ്മ്യൂണിക്കേഷൻ എന്നും കാണാം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇലക്ട്രോണിക്സ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സോ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്തരത്തിലുള്ള ഓരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണോ വീഡിയോസുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെയുള്ള കണ്ടൻറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഓരോ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസുകളും ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ കമൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ RRB JEE എന്ന് പറയുന്ന ഇത്തവണത്തെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഡിസംബർ ലാസ്റ്റിലേക്ക് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. സോ ആ ലെവലിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. CBT 1ഉം CBT 2ഉം ഒരുമിച്ച് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് CBT 2ലും നല്ല സ്കോറോട് കൂടി ഒരു ഗവൺമെൻറ് ജോബ് അഥവാ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എബോവ് 50,000 സാലറിയുള്ള ഒരു ബെസ്റ്റ് ജോബാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു പുതിയ ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 21 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷനുകൾക്ക് സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.